അപ്പോൾ അവിടെ നിന്ന് പോന്നപ്പോൾ നമ്മളെ തൊട്ടടുത്ത് റോഡിൻ്റെ നമ്മൾ വണ്ടിയോട് തൊട്ടടുത്തൊരു മയിൽ നിൽക്കുന്ന കണ്ട. അതൊന്നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സർപ്രൈസ് വരാൻ പോകുന്നുള്ളൂ. മാനൊക്കെ കണ്ടില്ലേ, നമ്മുടെ തൊട്ടടുത്താണ്, കയ്യെത്തും ദൂരത്താണ് ഈ മാനൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞ സർപ്രൈസ് ഇതൊന്നല്ല, അതാ വരുന്നതാണ്. അത് കണ്ട, ഒരു കാട്ടി നമ്മുടെ തൊട്ടടുത്ത റോഡിൻ്റെ അവിടെ ചേർന്ന്, ഏറ്റവും നമ്മുടെ തൊട്ടടുത്തായിട്ട് ആ റോഡിനടുത്ത് കാട്ടി ഇങ്ങനെ മേഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കണ്ട, പുല്ലൊക്കെ തിന്ന് അങ്ങനെ മെല്ലെ റോഡിലേക്ക് ഇറങ്ങുകയാണ്. ആ റോഡിൽ ഇറങ്ങി ആ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നൊരു കാഴ്ച കണ്ടെങ്കിൽ എന്ത് മനോഹരമായിട്ടുള്ള. ഞാൻ ആദ്യമായിട്ടാണ് കാട്ടിയെ എത്ര അടുത്തായിട്ട് കാണുന്നത്, അതും ഇത്രയും സൈസുള്ളൊരു സാധനത്തിനെ കാട്ടിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതങ്ങനെ കാട്ടിലൂടെ മേഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് കാട്ടിലൂടെ അങ്ങനെ പോകുന്നൊരു കാഴ്ച നോക്കി, അടിപൊളിയല്ലേ? അടിപൊളി, നല്ല രസമായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഗുണ്ടൽപേട്ട് റോഡിലേക്ക് കയറി. അപ്പോൾ അതാ കണക്കുന്ന കാട്ടിലൊരു സാധനം പെട്ടെന്ന് കണ്ടില്ലായിരുന്നു. നമ്മളെ പോകുന്ന വഴിക്ക് വേറൊരു വണ്ടി നിർത്തിയപ്പോൾ അവിടെ നിർത്തി നോക്കിയതായിരുന്നു. കുറച്ച് ദൂരെയാണുള്ളത്, ഒരു കൊമ്പനാണ്. ഒരു കാടിൻ്റെ മറവിലായിട്ട് അയാളങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താന്ന് ചിലർക്കൊക്കെ കത്തും, അത് കണ്ടാലേ അറിയുള്ളൂ. പെട്ടെന്ന് കാണുന്നവർക്കൊരു കൊമ്പനായിട്ട് തോന്നും, സൂക്ഷിച്ച് നോക്കുന്നത് അത് ആരാന്ന് മനസ്സിലാവും. അപ്പോൾ അയാളെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, കുറച്ച് നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ ഒരു പാപ്പാനെ ആനയെ മേയിച്ച് ആ കാട്ടിലൂടെ അങ്ങനെ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്ത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നോക്കി. ആ കാടിൻ്റെ വന്യതയിൽ നല്ലൊരു വിഷ്വലായിരുന്നു അത്. കുറച്ച് നേരം നമ്മൾ ആ വിഷ്വലിങ്ങനെ പകർത്തിക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്തു. മനോഹരമായിട്ടുള്ള മുതുമല കാടിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മളങ്ങനെ എടുത്ത് പോവുകയാണ്. കണ്ടില്ലേ, എത്ര മനോഹരമാണ് കാട്. ഇതിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ഫീല് നമുക്ക് അറിയുള്ളൂ. അധികവും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു നമ്മുടെ കാഴ്ച ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. കാറിലൊക്കെ പോകുമ്പം ആസ്വദിച്ച് പോവാന്നല്ലാണ്ട് ആ കാട്ടിലൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ അങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഓടിച്ച് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് നമുക്കറിയാം.